നമസ്കാരം, എൻ്റെ പേര് സ്നേഹാദാസ്. ഞാൻ തൃശ്ശൂരിലെ അമല ക്യാൻസർ റിസർച്ച് സെൻറ്ററിലെ ഗവേഷക വിദ്യാർത്ഥിനിയാണ്. ഞാനിവിടെ അവതരിപ്പിച്ച വിഷയമാണ് ക്യാൻസർ രോഗികളിലെ ഹൃദയാരോഗ്യത്തിന് കൂണുകളോ എന്നുള്ളത്. സയൻസ് ലാബിനെ കുറിച്ച് ആദ്യം കേട്ട സമയത്ത് ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഉണ്ടായത്. ഞാൻ കുറേ വീഡിയോസ് എടുത്ത് നോക്കി യൂട്യൂബിൽ. കുറേ ഇംഗ്ലീഷ് വീഡിയോസാണ് കണ്ടത്. പിന്നെ മനസ്സിലായി ഇത് മലയാളത്തിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് നമ്മളുടെ ഭാഷയിൽ നമ്മുടെ സയൻസിനെ എങ്ങനെ പറയാം, പലർക്കും അതൊരു കുറച്ചിലാണെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. നിങ്ങളുടെ സാധാരണ എക്സ്പെരിമെൻ്റൽ പ്രസൻറ്റേഷൻ ടൈമിലൊക്കെ അറിയാണ്ട് ഒരു മലയാളം വന്നു പോയി കഴിഞ്ഞാൽ അയ്യേ എന്നുള്ള മട്ടിൽ നോക്കുന്ന രീതിയിൽ നിന്നും ഒരു ഫുൾ പ്രസൻറ്റേഷൻ, ഒരു കഥ പോലെ എല്ലാവരുടെയും മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ ഞാനതിന് അപ്ലൈ ചെയ്തു. പിന്നെ ഒരു 3 മിനിറ്റ് അബ്സ്ട്രാക്ട് വീഡിയോ അയക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കിന്ന് ആദ്യം മടി പിടിച്ചു. അയ്യോ, 3 മിനിറ്റ് അബ്സ്ട്രാക്ട് വീഡിയോ അയക്കണമല്ലോ എന്ന് തോന്നി. അപ്പോൾ എൻ്റെ സാറുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ സ്വന്തം BS ഹരികുമാരൻ തമ്പി സാറ് പറഞ്ഞു, എടോ ഇത്ര മടിച്ചായ പറ്റില്ല, താൻ അയക്കിയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അയച്ചു. സെലക്ഷൻ കിട്ടി എനിക്ക്. സെലക്ഷൻ ആയതിനു ശേഷം പിന്നെ നമ്മൾ കാലിക്കറ്റിലായിരുന്നു എൻ്റെ റീജിയൻ എന്ന് പറയുന്നത്. അവിടെ പ്രസൻറ്റ് ചെയ്തു. ഒരു വലിയ ആൾക്കാർ വന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 24 പ്രസൻറ്റേഷൻസിൽ എല്ലാവരും ഒന്നിനൊന്നും മികച്ചതായിരുന്നു. അങ്ങനെ കിട്ടുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് 5 പേരെ സെലക്ട് ചെയ്തതിൽ ഞാൻ എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം എന്നെ സെലക്റ്റായി. എല്ലാം ഭാഗ്യത്തിൻ്റെ പേരിൽ പറഞ്ഞ് തള്ളുന്നതല്ല കേട്ടോ, അല്ലെങ്കിൽ സ്വയം പൊങ്ങച്ചമായി പോയാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എന്നെ സെലക്ട് ചെയ്തു. ഇനി ഞാൻ ഇവിടെ ഫൈനൽ പ്രസൻറ്റേഷൻ IIT പാലക്കാടിൽ വന്നു. ആരും തന്നെ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായി. എനിക്ക് തന്നൊരു ബാഗാണ്. ലൂക്ക ടീം എനിക്കൊരു ബാഗ് തന്നു. ഞാൻ ആ ബാഗിലേക്ക് നോക്കിയപ്പോൾ അതിലൊരു കൂണും ഒരു കുഞ്ഞു ഹൃദയവും. എൻ്റെ ഹൃദയത്തിനെ സന്തോഷിപ്പിക്കാൻ അത് തന്നെ ധാരാളമായിരുന്നു. പ്രിയ സ്നേഹാദാസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് വേണമെങ്കിൽ ഇത്രയും സന്തോഷിപ്പിക്കുന്ന ഒരു ഗിഫ്റ്റ് കിട്ടിയെന്ന് തന്നെ പറയാം. എനിക്ക് ഇത്രയും വലിയൊരു വേദി ഒരുക്കി തന്ന ഈ 1000-ഓളം വരുന്നൊരു ജനങ്ങളുടെ മുന്നിൽ എൻ്റെ മാതൃഭാഷയിൽ എനിക്ക് സംസാരിക്കാൻ അവസരം ഒരുക്കി തന്ന ടീം ലൂക്കയ്ക്കും ഈ സയൻസ് ലാബ് എന്ന പരിപാടിക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.